ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. അങ്ങനെ മമ്മൂക്കയുടെ ഒരു ഫൺ വൈബിലുള്ള കുറച്ച് സിനിമകളുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പോലെയായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോ കുട്ടേട്ടൻ സിനിമയുടെ ആയിരുന്നു. ഒരുപാട് പേര് അത്യാവശ്യം നല്ല കമൻസുമായിട്ടൊക്കെ വന്നു. എല്ലാവരും ഇപ്പോഴത്തെ മമ്മൂക്കയെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും അതേ ഫീലിങ്ങിലാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാനിടയായി. ഐ ഹോപ്പ് ഇറ്റ്സ് ലേറ്റസ്റ്റ്. അതങ്ങനെ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ തിരിച്ചു വരവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒരു പബ്ലിക് അപ്പിയറൻസ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരട്ടെ. കളങ്കാവലിൻ്റെ അപ്ഡേറ്റ് മുമ്പ് പറഞ്ഞതുപോലെ അത് വരട്ടെ. ഒരുപാട് പുതിയ പ്രോജക്ട്സ് അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ. സോ എല്ലാവരെ പോലെ ഞാനും ഫിംഗേഴ്സ് ക്രോസ്ഡ്. സോ ലെറ്റ് സീ. അപ്പോൾ നമുക്ക് 1996 പുറത്തിറങ്ങിയ അഴകിയ രാവണൻ എന്ന സിനിമയെപ്പറ്റി ചർച്ച ചെയ്യാം. ചർച്ച ചർച്ചയല്ല, ബേസിക്കലി എന്താ പറയുക, അതിൽ ഇഷ്ടപ്പെടുന്ന ഇതൊരു 100 പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഇനിയും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം കൂടുകയേ ഉള്ളൂ. ഓഫ് കോഴ്സ് അന്നത്തെ സാഹചര്യത്തിൽ, അതായത് 1996 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇത് ഞാൻ കുട്ടേട്ടൻ്റെ കാര്യത്തിലും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. ഈ സിനിമയിലും ടുവേർഡ്സ് ദ ക്ലൈമാക്സ് അല്ലെങ്കിൽ എല്ലാം തന്നെ ഇതിലൊരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. അത് മാറ്റി വെച്ച് സിനിമയിലെ പെർഫോമൻസുകൾ അല്ലെങ്കിൽ തമാശകൾ, ശ്രീനിവാസൻ്റെ തമാശകൾ, മമ്മൂക്കയുടെ തമാശകൾ, ഇന്നസെൻ്റ് ഏട്ടൻ്റെ തമാശകൾ, ഇതൊക്കെ എക്കാലത്തും പ്ലേസ് ചെയ്താലും കണ്ടാലും നമുക്കൊരിക്കലും എന്താ പറയുക ചിരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ മിസ് ചെയ്യും. മൺമറഞ്ഞു പോയ ഇന്നസെൻ്റ് ഏട്ടനെയൊക്കെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യും. അല്ലെ ഇപ്പം ആക്റ്റീവ് അല്ലാത്ത ശ്രീനിവാസ ഏട്ടനെ നമ്മൾ മിസ് ചെയ്യും. മമ്മൂക്ക അസാധ്യമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പൊങ്ങച്ചക്കാരൻ, അങ്ങനെ ഒരു ക്യാരക്ടർ, അതായത് സ്വയം ഭയങ്കര ബുദ്ധിമാനും എല്ലാവരുടെ മുമ്പിലും എന്താ പറയുക അടിപൊളിയായിട്ട് പെരുമാറുന്നു എന്ന് വിചാരിക്കുന്ന ഒരാൾ ശരിക്കും ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ബഫൂണായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു എഡ്ജാണ്. ചിലപ്പോൾ പാളിപ്പോവാൻ ഒരുപാട് ചാൻസുകളുള്ള ഒരു കഥാപാത്രമാണ്. കോടീശ്വരനായ ശങ്കർദാസ്, അല്ലെങ്കിൽ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയാം. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് എത്തുകയാണ്. കുട്ടിശങ്കരൻ എന്നൊരു പാസ്റ്റ് ഉണ്ട്, ഒരു നഷ്ടപ്രണയമുണ്ട്, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട് അംബുജാക്ഷനുമായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടെടുത്ത് അതിലൂടെ വീണ്ടും സ്വപ്നം കണ്ട് തൻ്റെ നഷ്ടപ്രണയം, നഷ്ടസ്വപ്നങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശത്തിൽ പുള്ളി എത്തുന്നതും, ഒരു പക്ഷേ ഈ ശങ്കർദാസ് എന്നുള്ള ക്യാരക്ടർ എപ്പിറ്റോം ഓഫ് സെൽഫ് ലവ് ആണ്. അതായത് സ്വയം ഇത്രയും സ്നേഹിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, സെൽഫിഷ് എന്നതിലുപരി എനിക്ക് ആ ക്യാരക്ടറിൽ ഒരു സെൽഫ് ലവ് ആണ് തോന്നുന്നത് ഭയങ്കരമായിട്ട്. കാരണം ജീവിതത്തിൽ അത്രയും വെട്ടിപ്പിടിച്ച ആൾക്കാർക്കൊരു സ്വാഭാവികമായിട്ട് വരുന്നൊരു പൊങ്ങച്ചൻ, അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുക. പക്ഷേ അതൊരു എന്താ പറയുക, അത് പുറം കാഴ്ചയിൽ ആൾക്കാർ തന്നെ ഒരു വിഡ്ഢിയായിട്ടാണ് കാണുന്നതെന്ന് അറിയാതിരിക്കുക. അതിലെ ആക്ടിങ് സ്കില്ല്, കച്ചവട തന്ത്രം, അതിൽ പുള്ളി പയറ്റുന്നത്, പുള്ളി കാണിക്കുന്ന ബോഡി ലാംഗ്വേജ്, ഇതിൻ്റെ അവസാനം എന്താ പറയുക, രാജൻ വിദേവൻ്റെ കഥാപാത്രത്തിനോട് പുള്ളി വില പേശി അല്ലെങ്കിൽ പുള്ളി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പുള്ളി പറയുന്നതിലെല്ലാം അതിലൊരു ജാള്യതയുണ്ട്. അതായത് ഇതെങ്ങനെ പറയും, എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ജാള്യത ഉള്ളപ്പോൾ കൂടെ ഇതെനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺവിക്ഷൻ മമ്മൂക്കയുടെ ആക്ടിങ്ങിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു ഇഷ്ടപ്പെട്ട സീനാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്ന കുഞ്ചൻ്റെ മുമ്പിലിരുന്നിട്ട് ജീനായ ഹാ മർനായ ഹാ ഇസ്കേ സിവ ജാനാ കഹാ, അതിൻ്റെ ട്യൂണ്, പുള്ളി പുള്ളി ആ ഇരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജും ഒരു വിരൽ കൊണ്ട് താളം പിടിക്കുന്നൊരു ഇതൊക്കെയുണ്ട്. ആ ബോഡി ലാംഗ്വേജ് അസാധ്യമായിട്ടാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ഒരു കൺവിക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ആൾക്കാർ എന്തും എടുത്തോളും. ആ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു പവർ പൊസിഷൻ പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് ആ ബോഡി ലാംഗ്വേജിലൂടെ കാണിച്ചിരിക്കുന്നതൊക്കെ അസാധ്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനി എത്ര കോമഡി കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്ത് വന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി പുള്ളി ഹുക്ക് ചെയ്യുന്നൊരു ഡയലോഗുണ്ട്. വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അങ്ങേയറ്റം അവസാനം ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നിടത്തൊക്കെ, എത്ര വില്ലനായിട്ടുള്ളൊരു കഥാപാത്രമാണെങ്കിലും ഒരു വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമാണെങ്കിലും പുള്ളി കംപ്ലീറ്റ് റെഡ് ഫ്ലാഗാണ്. അതിലൊരു ചോദ്യമില്ല. പക്ഷെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പക്ഷത്ത് നമ്മൾ അറിയാതെ നിന്നു പോകും. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ അങ്ങനെ നിന്നു പോകും. പുള്ളിക്ക് നമ്മൾ അറിയാതെ പക്ഷം പിടിച്ചു പോകും. ആ ഒരു ആക്ടിങ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ആ ഒരു മൊമെൻറ്റിൽ, ഓക്കെ, പുള്ളി ചെയ്തതോ പുള്ളിയുടെ കണ്ണിങ്നെസ്സോ ഒന്നും നമ്മുടെ മുമ്പിലോട്ട് വരില്ല. ആ രീതിയിൽ പുള്ളി അത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മൂക്ക വെണ്ണില ചന്ദനക്കിണ്ണം പാടി അഭിനയിച്ചിരിക്കുന്നത് അതൊരു അസാധ്യ നൊസ്റ്റാൾജിക് ഫീലാണ്. അതിൻ്റെ
എന്താ പറയുക, ചെറുപ്പകാലത്തിലേക്കോട്ടുള്ളത് പോകുന്നതും ഓർമ്മകളായി ഇറക്കുന്നതും, അത് കഴിഞ്ഞിട്ട് വെള്ളമടിച്ചിട്ട് അനുരാധ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, ഭാനുപ്രിയ താമസിക്കുന്ന വീട്ടിലേക്ക്, ചാത്തോത്തെ തറവാട്ടിലേക്ക് വരുന്നതും, വെള്ളമടിച്ചിട്ട് കോണിപ്പടിയും എങ്ങനെ കയറിപ്പോകണം, അതിന് എത്ര പടികളുണ്ടെന്ന് പറഞ്ഞിട്ട് എണ്ണിപ്പോകുന്ന സീനും, അനുരാധയെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള പുള്ളിയുടെ ആ ഒരു നോട്ടവും കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലങ്ങനെ തറയ്ക്കും. അതൊരു എന്താ പറയുക, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. അത് ഭയങ്കര രസമാണ്. ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദ്യാസാഗറിൻ്റെ ഈണം. വിദ്യാസാഗർ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത് കന്നി സംരംഭത്തിൽ തന്നെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിലൊരു ഫൺ വൈബിൽ ആദ്യത്തെ 2 മണിക്കൂറും അവസാനത്തെ ഒരു അരമണിക്കൂർ ഒരു സീരിയസ് ടേൺ എടുക്കുന്നതും അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസുമാണ് സിനിമ. ഒരുപാട് ചതികൾ, ബിജു മേനോൻ്റെ ഒരു ക്യാരക്ടർ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അനുരാധയുടെ എന്താ പറയുക, ലവ് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ പുള്ളിക്കാരി ചതിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് ചതിക്കപ്പെടുന്നത്. പക്ഷേ 96-ലെ ക്ലൈമാക്സിൽ അതൊരു കളങ്കപ്പെടലിൽ കൂടിയായി മാറുന്നുണ്ട്. അപ്പോൾ ആ കളങ്കപ്പെടലിനെ എല്ലാ വിശുദ്ധിയോടും കൂടി കുട്ടിശങ്കരൻ തിരിച്ച് സ്വീകരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ക്ലൈമാക്സിൽ അനുരാധയ്ക്ക് അത് വെറുപ്പിൻ്റെ അവസാനം അതൊരു ഇഷ്ടമായി മാറുന്നു. ഈ കാലത്ത് അത് എടുക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ഒരു പക്ഷേ ആ കാലഘട്ടത്തിലും ഈ പടം ഒരു വലിയ വിജയമായിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ കോമഡി ഭാഗങ്ങളെല്ലാം വന്ന് പിന്നീട് എനിക്ക് തോന്നുന്നു ടി വിയിലൂടെയാണ് ഇത് വീണ്ടും ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സിനിമയായിട്ട് മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ ക്ലൈമാക്സ് അന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം, അറിയില്ല. എന്താണ് അന്ന് വർക്കാവാത്ത ഫാക്ടർ എന്നറിയില്ല. പക്ഷേ ഇന്നൊരിക്കലും വർക്കാവാത്തൊരു ഫാക്ടർ തന്നെയാണ് ഇതിലെ കളങ്കപ്പെടലും ചതിക്കപ്പെടലും ഇതിൻ്റെ ക്ലൈമാക്സും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈ ക്ലൈമാക്സ് മാറ്റി വെച്ച് ഇതിൻ്റെ ഒരു ഫൺ പാർട്ട് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയിൽ ഇഷ്ക് നോട്ട് എ ലവ് സ്റ്റോറി പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതിനകത്ത് വസുധ എന്നുള്ളൊരു ക്യാരക്ടർ ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോൾ ലാസ്റ്റ് ഷെയ്ൻ നിഗമിൻ്റെ ക്യാരക്ടറിനെ കണ്ടിട്ട് ഒരു നടുവിരൽ നമസ്കാരം കൊടുക്കുന്നുണ്ട്. അത് തന്നെ ആയിരുന്നിരിക്കും ഇന്ന് അഴകിയ രാവണൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുമ്പോഴും ശങ്കർദാസിൻ്റെ പൊങ്ങച്ചം, കുട്ടിശങ്കരൻ്റെ പ്രണയം, NSS കരയോഗം പ്രസിഡൻറ്റിൻ്റെ ജാതി സ്പിരിറ്റ്, അംബുജാക്ഷൻ്റെ നോവൽ ചെറുകുടിഞ്ഞ കിനാകൾ, ഇതെല്ലാം നമ്മളെ ചിരിപ്പിച്ചവയാണ്. പക്ഷേ ഇതിലൊക്കെ മാസ്സായിട്ടൊരു കഥാപാത്രമുണ്ട്, സഖാവ് ഭാസ്കരൻ. ഈ സിനിമയുടെ തുടക്കത്തിൽ പുള്ളി ഒരു പെയിൻറ്ററായിട്ട് വരുന്നുണ്ട്. പുള്ളിയും പൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. Please do subscribe the channel. Thank you.